നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം ചിറ്റഞ്ഞൂർ കാവിലക്കാട് ശ്രീദുർഗദേവി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭം. തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് കൊണ്ട് പൂരാഘോഷം ഉത്സവപ്രേമികളുടെ മനം കവർന്നു. പൂരത്തിനെത്തിച്ച ആനയിടഞ്ഞ് 4 പേർക്ക് പരിക്ക്. ലഹരിക്കടിമയായ മകൻ വീടിന് തീയിട്ടു. സംഭവം വരവൂർ പുളിഞ്ചോടിൽ. മാതാവുമായുള്ള വഴക്കാണ് ആക്രമണത്തിന് കാരണം. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ബംഗളൂരുവിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. തിപ്പലശ്ശേരി പരുത്തിപ്പുര ചന്ദ്രൻ ഭാഗ്യലക്ഷ്മി ദമ്പതികളുടെ മകൻ 29 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. ഭാര്യ അപർണയ്ക്കും പരിക്ക്. സത്യസന്ധതയിൽ പൊന്നിൻ മാതൃക തീർത്ത് വടക്കേക്കാട് ഹരിത കർമ്മസേന. അജൈവ മാലിന്യ ശേഖരത്തിൽ നിന്ന് ലഭിച്ച സ്വർണ്ണമോതിരം ഉടമസ്ഥർക്ക് കൈമാറിയാണ് നേരിന്റെ മാതൃകയായത്. നെൽകൃഷിയിൽ 100% വിജയം നേടി മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കിടങ്ങൂർ പാടശേഖരത്തിലെ 1/2 ഏക്കർ വയലിലാണ് കുട്ടികൾ നെൽകൃഷി ചെയ്തത്. വാർത്തകൾ വിശദമായി. കുന്നംകുളം ചിറ്റഞ്ഞൂർ കാവിലക്കാട് ശ്രീദുർഗാദേവി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് കൊണ്ട് പൂരാഘോഷം ഉത്സവപ്രേമികളുടെ മനം കവർന്നു. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കൽ പറയുമുണ്ടായി. ഉച്ചയ്ക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. തിരുവമ്പാടി കണ്ണൻ ദേവിയുടെ തിടമ്പേറ്റി. വൈകിട്ട് 3 മണിയോടെ 19 ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂരങ്ങൾ എഴുന്നള്ളിച്ചു. 5:30 മുതൽ ക്ഷേത്രപ്രദക്ഷിണം ആരംഭിച്ചു. പൂരങ്ങളുടെ ക്ഷേത്രപ്രദക്ഷിണ ശേഷം നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 20ഓളം ഗജവീരന്മാർ അണിനിരന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ഊട്ടോളി അനന്തൻ, ഇന്ദ്രസൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, തിരുവാണിക്കാവ് രാജഗോപാൽ തുടങ്ങിയ തലയെടുപ്പുള്ള കൊമ്പന്മാരുടെ ഒന്നിച്ചെഴുന്നള്ളത്ത് ഗജപ്രേമികൾക്കും ഉത്സവപ്രേമികൾക്കും ആവേശമായി. കൂട്ടിയെഴുന്നള്ളിപ്പിന്റെ ഭാഗമായി 70-ൽ പരം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പാണ്ടിമേളത്തിന് കക്കാട് രാജപ്പൻ മാരാർ മേളപ്രമാണിത്വം വഹിച്ചു. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ തെയ്യക്കാഴ്ചകളുമുണ്ടായി. ക്ഷേത്രം ഭാരവാഹികളായ KR അനൂപ്, CM അനിൽകുമാർ, TC സജീവ, CK ഷാജി, വിബീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പൂരാഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും. കാവിലക്കാട് പൂരത്തിനെത്തിച്ച ആനയിടഞ്ഞു. 4 പേർക്ക് പരിക്കേറ്റു. കാവിലക്കാട് പൂരത്തിനെത്തിച്ച കൊമ്പൻ കീഴൂട്ട് വിശ്വനാഥനാണ് ഇടഞ്ഞത്. ആനയിടഞ്ഞതോടെ പരിഭ്രാന്തരായി ആനപ്പുറത്തു നിന്ന് ചാടിയവർക്കാണ് പരിക്കേറ്റത്. 32 വയസ്സുള്ള രാജേഷ്, 26 വയസ്സുള്ള വിപിൻ, 31 വയസ്സുള്ള ഉണ്ണി, 24 വയസ്സുള്ള സുധീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വൈകിട്ട് 3:30യോടെയായിരുന്നു സംഭവം. ചെറുപുഷ്പം കമ്മിറ്റിക്കു വേണ്ടി എഴുന്നള്ളിപ്പിനെത്തിയതായിരുന്നു കൊമ്പൻ. ഇടഞ്ഞ ആന ചിറ്റഞ്ഞൂർ പാടഭാഗത്തേക്ക് ഓടുകയും പിന്നീട് ആനയെ പാപ്പാന്മാരുടെ നേതൃത്വത്തിൽ സമീപത്തെ പറമ്പിൽ തളയ്ക്കുകയും ചെയ്തു. ആനപ്പുറത്തുണ്ടായിരുന്നവർ താഴേക്ക് ചാടുന്നതിനിടയിലാണ് ഇവർക്ക് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കുന്നംകുളം പരസ്പര സഹായ സമിതി ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇതിനിടെ കൊമ്പൻ കീഴൂട്ട് വിശ്വനാഥൻ വീണ്ടും ഇടഞ്ഞത് പരിഭ്രാന്തിക്കിടയാക്കി. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ മേളങ്ങൾ ആനകളുമായി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനിടെ ഉത്സവത്തിൽ പങ്കെടുക്കാതെ റോഡിലൂടെ പോവുകയായിരുന്ന ആന വീണ്ടും ഓടുകയായിരുന്നു. ബംഗളൂരുവിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. തിപ്പലശ്ശേരി പരുത്തിപ്പുര ചന്ദ്രൻ ഭാഗ്യലക്ഷ്മി ദമ്പതികളുടെ മകൻ 29 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. ഭാര്യ അപർണയ്ക്കും പരിക്കേറ്റു. ഇരുവരെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി 11ഓടെ ശരത്ത് മരിച്ചു. നാട്ടിലെത്തിച്ച മൃതദേഹം ചെറുതുരുത്തി ശാന്തി തീരത്ത് സംസ്കാരം നടത്തി. 4 മാസം മുൻപായിരുന്നു ശരത്തിന്റെയും അപർണയുടെയും വിവാഹം. ബംഗളൂരുവിൽ IT മേഖലയിൽ ഉദ്യോഗസ്ഥരാണ് ഇരുവരും. ലഹരിക്കടിമയായ മകൻ വീടിന് തീയിട്ടു. വരവൂർ പുളിഞ്ചോടിലാണ് സംഭവം. മാതാവുമായുള്ള വഴക്കാണ് ആക്രമണത്തിന് കാരണം. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. വരവൂർ പുളിഞ്ചോട് ആവിശ്ശേരിമുക്ക് ഗണപതി പറമ്പിൽ സന്തോഷിന്റെ ഭാര്യ താര താമസിക്കുന്ന വീടാണ് മൂത്ത മകൻ തീയിട്ടത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3:30യോടെയായിരുന്നു സംഭവം. ഗ്യാസ് സിലിണ്ടറിന്റെ നോബ് തുറന്നുവിട്ടാണ് തീവെച്ചത്. ഷീറ്റ് മേഞ്ഞ വീടിന്റെ മേൽക്കൂരയും വീടിനുള്ളിലെ മുഴുവൻ സാധനങ്ങളും കത്തിനശിച്ചു. വാർഡ് മെമ്പർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി. ഫയർഫോഴ്സ് വാഹനത്തിന് എത്തിച്ചേരാനുള്ള വഴിയില്ലാത്തതിനാൽ ഇരുചക്ര വാഹനത്തിന്റെ സഹായത്തോടെയാണ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയത്. ഫയർഫോഴ്സ് സംയോജിതമായി ഇടപെട്ട് ഗ്യാസ് സിലിണ്ടറിന്റെ തീ അണച്ചതിനാൽ വൻ അപകടം ഒഴിവായി. ലഹരി ഉപയോഗിക്കുന്ന മകൻ നിരന്തരം വീട്ടിൽ അക്രമം നടത്താറുണ്ടെന്ന് മാതാവ് താര പറയുന്നു.
എന്നിട്ട് പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. കള്ളും കഞ്ചാവും മേടിച്ച് കൊടുത്തിട്ട് പൈസയും കൊടുത്തിട്ട് പിള്ളേർ പണിക്കൊന്നും പോണില്ല. എല്ലാത്തിനും പൈസ കൊടുക്കുക. ഇടുക്കിയിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ കൊണ്ടുവരിക കഞ്ചാവും ഒക്കെ. എന്നിട്ട് മേടിച്ചിട്ട് ഇങ്ങനെ ഇപ്പം അപ്പം വിളിച്ചിട്ട് അവൻ കള്ളും കഞ്ചാവും കുടിച്ച് ഇന്നലെ ബൈക്കൊക്കെ കത്തിച്ച് അയാൾ കത്തിച്ചു. എന്നിട്ട് അയാളാണ് ബൈക്കൊക്കെ കത്തിച്ചത്. പിള്ളേർ ഇവിടെ തകർത്തിട്ട് പോയി കഴിഞ്ഞിട്ട് അയാൾ ബാക്കിൽ കൂടെ വന്നിട്ടാണ് ചെയ്തത്. എന്നിട്ട് പിള്ളേരോട് പറഞ്ഞു കൊല്ല് ഇടരുത്, അവളെന്നെ കൊല്ലണം, അവളെന്നെ കൊന്നാലേ ശരിയാവുള്ളൂ, അവിടെ ജീവിക്കാൻ പറ്റില്ല, അവളെ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രിയിലും വഴക്കുണ്ടായിട്ടുണ്ട്. പോലീസിൽ മാതാവ് പരാതി നൽകിയിരുന്നു. 2 മക്കളാണ് താരയ്ക്കുള്ളത്. ഭർത്താവുമായി വഴക്കിട്ട് മൂത്ത മകനോടൊപ്പമാണ് താമസം. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ TR ഷിബു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അൻഷാൽ, ബിജു, സുധീഷ്, ഷിബു, അക്ഷയ്, ഹോംഗാർഡ് സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീയണച്ചത്. ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പെരുമ്പിലാവ് അക്കിക്കാവിൽ 2 അപകടം. ഇന്നോവ കാറും ബൈക്കും കൂട്ടിയിടിച്ചും കാൽനടയാത്രികനെ ഓട്ടോയിടിച്ചുമാണ് അപകടമുണ്ടായത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 അക്കിക്കാവ് ആൽത്തറ റോഡിൽ മാർ ഒസ്താത്തിയോസ് കോളേജിന് മുൻവശം നിയന്ത്രണം വിട്ട ബൈക്ക് എതിർദിശയിൽ നിന്നും വന്ന ഇന്നോവ കാറിലിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കൊപ്പം അമ്മൻതൊടി വീട്ടിൽ 22 വയസ്സുള്ള ഗോകുലിനെ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച 11 താഴത്തെ അക്കിക്കാവിൽ വെച്ചുണ്ടായ അപകടത്തിൽ കാൽനട യാത്രക്കാരനായ മൂക്കുതല പിടാവന്നൂർ ഏറത്ത് വീട്ടിൽ 70 വയസ്സുള്ള ലോഹിതദാസിന് പരിക്കേറ്റു. ഇയാളെ അൻസാർ ആശുപത്രിയിലും തലയ്ക്ക് ഗുരുതര പരിക്കുള്ളതിനാൽ പിന്നീട് കുന്നംകുളം മലങ്കര ആശുപത്രിയിലേക്കും മാറ്റി. ഓട്ടോറിക്ഷ മറ്റൊരു ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ലോഹിതദാസിനെ ഇടിക്കുകയായിരുന്നു. തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിപ്പ് നൽകി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇയാളെ തിരിച്ചറിഞ്ഞത്. കൊനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ 101ാമത് സംയുക്ത തിരുനാളിന് തുടക്കമായി. ജനുവരി 24 മുതൽ 27 വരെയുള്ള തീയതികളിലായാണ് തിരുനാൾ ആഘോഷം. വെള്ളിയാഴ്ച വൈകിട്ട് നവനാൾ തിരുകുർബാന, തിരുകർമ്മങ്ങൾ, പ്രസുതേന്തി വാഴ്ച എന്നിവയ്ക്ക് പുതുശ്ശേരി ഇടവക വികാരി ഫാദർ റോജോ എലുവത്തെങ്കിൽ കാർമ്മികനായി. ശനിയാഴ്ച നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജോസ് കിടങ്ങൻ CMI കാർമ്മികനാകും. വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിപ്പ്, ഭക്തിസാന്ദ്രമായ അമ്പ് വള എഴുന്നള്ളിപ്പ്, രാത്രി 11:30 സംയുക്ത ബാൻഡ് വാദ്യം എന്നിവയുണ്ടാകും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് നവവൈദികൻ ഫാദർ ജെറിൽ മാളിയേക്കൽ മുഖ്യ കാർമ്മികനാകും. അമല ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം, കുർബാന എന്നിവയ്ക്ക് നവവൈദികൻ ഫാദർ ജീസ്മോൻ ചെമ്മണ്ണൂർ കാർമ്മികത്വം വഹിക്കും. കണ്ണൻ ജപിക്കുന്ന വർണ്ണമഴ, സ്റ്റേജ് ഷോ, മെഗാ ഫ്യൂഷൻ ഷോ എന്നിവയും തിങ്കളാഴ്ച പൂർവികർക്കു വേണ്ടിയുള്ള റാസ, കുർബാന എന്നിവയും നടക്കും. കൊഴിഞ്ഞാമ്പാറ മൈനർ സെമിനാരി പ്രൊക്യൂറേറ്റർ ഫാദർ ജസ്റ്റിൽ തടത്തിൽ മുഖ്യ കാർമ്മികനാകും. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ്, ഗാനമേള, കൊച്ചിൻ കാർണിവൽ എന്നിവയുടെ ഉദ്ഘാടനം ഗുരുവായൂർ SHO C പ്രേമാനന്ദകൃഷ്ണൻ നിർവഹിക്കും. തിരുനാളിനെ വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ, കൈക്കാരൻ PV തോമസ്, ജനറൽ കൺവീനർ MK ആന്റണി, പബ്ലിസിറ്റി കൺവീനർ വിനു ജോൺസൺ T, ജോയിന്റ് ജനറൽ കൺവീനർ PA വിൻസെന്റ്, ഫിനാൻസ് കൺവീനർ TL ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകും. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ ഫ്രാൻസിസ് സേവ്യറിന്റെയും അന്തോണീസിന്റെയും സെബസ്തിനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക അംഗം ഫാദർ അഗസ്റ്റിൻ ചിരിയങ്കണ്ടത്ത് കാർമ്മികത്വം വഹിച്ചു. 10 മണിക്ക് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് തൃശൂർ ദീപിക റെസിഡന്റ് മാനേജർ ഫാദർ ജിയോ തെക്കിനിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുമ്പളങ്ങാട് വികാരി ഫാദർ ജോയ് കിടങ്ങൻ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാന, തുടർന്ന് വിശുദ്ധരുടെ തിരുശേഷിപ്പ് വഹിച്ച് വെള്ളിക്കുരിശും പൊൻകുരിശുകളും വർണ്ണക്കുടകളുമേന്തി ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ഇടവകാംഗങ്ങൾ തിരുനാൾ പ്രദക്ഷിണം നടത്തി. ഇടവക വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി, കൈക്കാരന്മാരായ വിനു പുത്തൂർ, ഡാമി ആളൂർ കിഴക്കൂട്ട്, ഫ്രെഡി നീലങ്കാവിൽ, ജനറൽ കൺവീനർ റെന്നി കണ്ണനായിക്കൽ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ സംയുക്ത തിരുനാളിന്റെ കൊടിയേറ്റം വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. ഫെബ്രുവരി 1, 2 തീയതികളിലായാണ് വേളാങ്കണ്ണി മാതാവിന്റെയും സെബസ്തിനോസിന്റെയും അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. രാവിലെ നടന്ന പ്രത്യേക തിരുകർമ്മങ്ങൾക്ക് സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ കാർമ്മികത്വം വഹിച്ചു. നടത്തുകൈക്കാരൻ ജോൺസൺ MK, കൈക്കാരന്മാരായ TS ജെയ്സൺ, MV ഷാൻഡോ, TO ഷൈജു, MD ജോജി, P ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജനുവരി 31 വരെ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നവനാൾ കുർബാനകൾ ഉണ്ടായിരിക്കും. ഫെബ്രുവരി 1 ശനിയാഴ്ച രാവിലെ 6-ന് ആഘോഷമായ കുർബാന, തുടർന്ന് വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിക്കൽ, യൂണിറ്റുകളിലേക്കുള്ള അമ്പവള ആശീർവദിച്ച് നൽകൽ, രാത്രി 11 മണിക്ക് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പവള സമാപനവും നടക്കും.
ഫെബ്രുവരി 2 ഞായർ തിരുനാൾ ദിനത്തിൽ രാവിലെ 6 വിശുദ്ധ കുർബാന, 10 ആഘോഷമായ തിരുനാൾ കുർബാന, ഉച്ചതിരിഞ്ഞ് 4 വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം എന്നിവയും നടക്കും. തുടർന്ന് രാത്രി 10 മണിവരെ ബാൻഡ് മേളമുണ്ടായിരിക്കും. 2 ദിവസം മുൻപ് റീടാറിംഗ് നടത്തിയ റോഡിൽ മെറ്റൽ ഇളകി. വെസ്റ്റ് മങ്ങാട് സ്കൂളിന് സമീപത്തെ റോഡാണ് കഴിഞ്ഞ ദിവസം ടാറിംഗ് നടത്തിയത്. നിർമ്മാണത്തിൽ ടാർ കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ടാറിംഗ് നടത്തി ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മെറ്റൽ ഇളകി റോഡിൽ പരന്നു തുടങ്ങി. വാഹനങ്ങൾ പോകുമ്പോൾ മെറ്റൽ ഇളകി പോവുകയാണ്. റോഡിന്റെ നടുഭാഗത്ത് 1 സെന്റിമീറ്റർ പോലും കനത്തിൽ റീടാറിംഗ് നടത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. റോഡ് പണിയിലെ അപാകതകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മാളൂർ കടവ് ബൂത്ത് പ്രസിഡന്റ് തമ്പി കെ ജോബ് പഞ്ചായത്തിൽ പരാതി നൽകി. സമഗ്ര അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടാണോ ഈ റോഡ് പണി പൂർത്തീകരിച്ചത് എന്ന സംശയമുണ്ട്. കാരണം 1 സെൻറ്റിമീറ്റർ പോലും കനമില്ലാതെയാണ് റോഡിൻ്റെ റീടാറിംഗ് നടപടികൾ നടന്നതായിട്ട് ഞങ്ങൾ സംശയിക്കുന്നത്. സൈഡ് വശത്ത് വേണ്ട രീതിയിൽ കനമുണ്ട്, എന്നാൽ നടുഭാഗത്ത് തിക്നെസ് കുറച്ച രീതിയിൽ, അതുപോലെ തന്നെ ടാറിൻ്റെ അംശം പോലും ഇല്ലാത്ത രീതിയിലാണ് റീടാറിംഗ് നടന്നിരിക്കുന്നത്. സമഗ്രമായ ഒരു അന്വേഷണം ഇതിൽ വേണം എന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. തൃത്താല പരുതൂരിൽ ക്ഷേത്രാചാര ചടങ്ങിൽ യുവാവ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതം. യുവാവിന്റെ ആന്തരികാവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. പരുതൂർ കുളമുക്കിൽ കുടുംബക്ഷേത്രത്തിലെ ആചാരമായ ആട്ടിനിടെയാണ് കുളമുക്ക് സ്വദേശി ഷൈജു ദേഹാസ്വസ്ഥ്യം മൂലം മരിച്ചത്. സംഭവത്തിൽ മരണകാരണം തേടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. ആചാരച്ചടങ്ങിനായി കൊണ്ടുവന്ന കാഞ്ഞിരക്കായ കഴിച്ചാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇക്കാര്യത്തിൽ വ്യക്തത തേടിയുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. യുവാവിന്റെ ആന്തരികാവയവങ്ങൾ വിദഗ്ധ രാസപരിശോധനയ്ക്കായി കൊച്ചിയിലെ പരിശോധനാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. വ്യാഴാഴ്ച പുലർച്ചെ പരുതൂർ പഞ്ചായത്തിലെ ചോലക്കുളത്തിന് സമീപത്തെ ഷൈജുവിന്റെ കുടുംബക്ഷേത്രത്തിലായിരുന്നു സംഭവം. തലേ ദിവസം മുതൽ ഇവിടെ കുടുംബക്കാർ ഒത്തുകൂടിയുള്ള ആട്ട് നടത്തിവരികയായിരുന്നു. ഈ ചടങ്ങിൽ ഷൈജു കോമരമായി പങ്കെടുത്തിരുന്നു. പുലർച്ചെ ആട്ടിന്റെ ഭാഗമായി കാഞ്ഞിരക്കായ കഴിക്കുന്ന ചടങ്ങും നടന്നതായി പറയപ്പെടുന്നുണ്ട്. ചടങ്ങ് നടന്ന സ്ഥലത്തു നിന്നും പൊട്ടിച്ച നിലയിലുള്ള കാഞ്ഞിരക്കായകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കോമരം തുള്ളുന്നതിന്റെ ഭാഗമായി വാളുപയോഗിച്ച് വെട്ടിയ പാടുകളും ഷൈജുവിന്റെ നെറ്റിയിൽ ഉണ്ടായിരുന്നതായാണ് തൃത്താല പോലീസ് പറയുന്നത്. ചടങ്ങിന് ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഷൈജുവിനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. 500-ലേറെ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നാണ് വർഷം തോറും ആചാരങ്ങൾ നടത്താറുള്ളത്. വെളിച്ചപ്പാടായി തുള്ളിയ ഷൈജു ആചാരത്തിന്റെ ഭാഗമായി ലഭിച്ച പഴങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന കാഞ്ഞിരക്കായ കഴിക്കുകയായിരുന്നുവെന്നാണ് ഇതുവരെയുള്ള നിഗമനം. വീട്ടിലേക്ക് പോയി കുളിച്ചതിനു ശേഷം അസ്വസ്ഥത തോന്നിയ ഷൈജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത തൃത്താല പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സത്യസന്ധതയിൽ പൊന്നിൻ മാതൃക തീർത്ത് വടക്കേക്കാട് ഹരിത കർമ്മസേന. അജൈവ മാലിന്യ ശേഖരത്തിൽ നിന്ന് ലഭിച്ച സ്വർണ്ണമോതിരം ഉടമസ്ഥർക്ക് കൈമാറിയാണ് നേരിന്റെ മാതൃക തീർത്തത്. 15-ാം വാർഡിൽ മംഗലത്തിൽ അബ്ദുറഹ്മാൻ ഫാത്തിമ ദമ്പതികളുടെ വീട്ടിൽ പോയതായിരുന്നു ഹരിത കർമ്മസേന. പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്നാണ് 3 ഗ്രാം തൂക്കമുള്ള മോതിരം കണ്ടെത്തിയത്. ഹരിത കർമ്മസേനാംഗങ്ങളായ ശുഭ, രാധിക എന്നിവർ വീട്ടുടമസ്ഥയ്ക്ക് മോതിരം കൈമാറി. സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടതായി നേരത്തെ അറിഞ്ഞിരുന്ന വീട്ടുകാർ വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. എന്നാൽ ഹരിതകർമ്മസേന മുഖാന്തരം മോതിരം തിരികെ കിട്ടിയതോടെ വീട്ടുകാരും സന്തോഷത്തിലായി. അകലാട് സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനിടെ തൊഴിലാളി വീണു പരിക്കേറ്റു. കൊൽക്കത്ത സ്വദേശി അനൂപിനാണ് പരിക്കേറ്റത്. 2ാം നിലയിൽ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കെ കാൽ തെന്നി വീഴുകയായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റയാളെ അകലാട് നവവി ആംബുലൻസ് പ്രവർത്തകർ ആദ്യം മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസന്റെ ഭാര്യ പിതാവ് ഗുരുവായൂർ കൊള്ളന്നൂർ വീട്ടിൽ ജെയിംസിന്റെ സംസ്കാരം നടന്നു. ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ചയാണ് മരിച്ചത്. 88 വയസ്സായിരുന്നു. 88 വയസ്സായിരുന്നു. റിട്ടയർഡ് സുബേദാർ മേജറായിരുന്നു പരേതൻ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു അന്ത്യം. വൈകിട്ടോടെ ഭൗതിക ശരീരം കൂനമുച്ചിയിലുള്ള മകൾ റോസ് ജോൺസന്റെ വസതിയിലെത്തിച്ചു. സംസ്കാര ശുശ്രൂഷ വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് വീട്ടിലെ ചടങ്ങുകൾ പൂർത്തീകരിച്ച ശേഷം കൂനമുച്ചി സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിലും തുടർന്ന് സംസ്കാരം പാലയൂർ മാർത്തോമ തീർത്ഥകേന്ദ്രം സെമിത്തേരിയിലുമായി നടന്നു. ഒല്ലൂർ കണ്ണമ്പുഴ ഉക്രാൻ കുടുംബാംഗം മേരിയാണ് ഭാര്യ. ലിസി, റോസ്, റിട്ടയർഡ് അധ്യാപികയായ മെജോര എന്നിവർ മക്കളാണ്. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ റിട്ടയർഡ് സീനിയർ സൂപ്രണ്ട് ആന്റണി കുറ്റിക്കാട്ട്, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ,
കൊച്ചിൻ നേവൽ ബേസ് ഉദ്യോഗസ്ഥനായിരുന്ന ജോൺസൺ ആളൂക്കാരൻ എന്നിവർ മരുമക്കളുമാണ്. CCTV മാനേജ്മെന്റിനു വേണ്ടി ഡയറക്ടർ CS സുരേഷും സ്റ്റാഫിനു വേണ്ടി മാനേജർ സിൻഡോ ജോസും പുഷ്പചക്രം സമർപ്പിച്ചു. CCTV ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KC ജോസ്, PM സോമൻ, CI വിജു, V ശശികുമാർ തുടങ്ങിയവരും CCTV ജീവനക്കാർ, കേബിൾ TV ഓപ്പറേറ്റർമാർ തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിച്ചു. ഗുരുവായൂരിൽ കേരള വിഷന്റെ കേബിളുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ചയാളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവ് കേബിളുകൾ അഴിക്കുന്നത് കണ്ട് നാട്ടുകാർ CCTVയുടെ സ്കൈലൈൻ നെറ്റ്വർക്ക് ഉടമ PK ശശിധരൻ, ചന്ദ്രദാസ് കേബിൾ നെറ്റ്വർക്ക് ഉടമ OC വിപിൻ എന്നിവരെ വിവരം അറിയിക്കുകയായിരുന്നു. ഇവരുടെ പരാതി പ്രകാരം ടെമ്പിൾ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. മമ്മിയൂരിലെ 6 വൈദ്യുതി പോസ്റ്റുകളിൽ കെട്ടിവച്ചിരുന്ന കേരള വിഷന്റെയും BSNLന്റെയും കേബിളുകൾ അഴിച്ചിട്ട നിലയിലായിരുന്നു. ഗൃഹനാഥനെ കാണുവാനില്ലെന്ന് പരാതി. പാവർട്ടി കാക്കശ്ശേരി കാങ്കവീട്ടിൽ 52 വയസ്സുള്ള ജയനെയാണ് ബുധനാഴ്ച വൈകിട്ട് മുതൽ കാണാതായത്. മറൂൺ നിറത്തിലുള്ള ഷർട്ടും കാവ്യമുണ്ടുമാണ് കാണാതാകുമ്പോഴുള്ള വേഷം. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 93 49 49 06 62 എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്. നമ്പർ ഒരിക്കൽ കൂടി 93 49 49 06 62. അണ്ടത്തോട് ഒരു കുടുംബത്തിലെ 7 പേർക്ക് കടന്നൽ കുത്തേറ്റു. ഇവരെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുനേർകുളം പഞ്ചായത്ത് 19 വാർഡിലെ മാളിയേക്കൽ വീട്ടിൽ നൌഷാദ്, ജംഷിയ, ആഷിഖ്, അർഷിദ, മുബഷീറ, അൻഷിദ, മെൻഹ മെഹറിൻ എന്നിവർക്കാണ് കുത്തേറ്റത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30ഓടെയാണ് സംഭവം. വീടിന്റെ സമീപത്തെ പറമ്പിൽ നിന്ന് കൂട്ടമായി എത്തിയ കടന്നലുകൾ ഇവരെ ആക്രമിക്കുകയായിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പുന്നേർകുളം പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടി മെഡിക്കൽ ക്യാമ്പ് നടത്തി. അണ്ടത്തോട് VP മാമു സ്മാരക പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, വാർഡ് മെമ്പർമാരായ ബുഷറ നൌഷാദ്, ഹാജറ കമറുദ്ദീൻ, KH ആബിദ്, ശോഭ പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൂസ ആലത്തയിൽ സ്വാഗതവും ICDS സൂപ്പർവൈസർ സ്മിത നന്ദിയും പറഞ്ഞു. ഡോക്ടർ മജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിലെ തിരുനാൾ ആഘോഷം ഭക്തിനിർഭരം. കർമ്മല മാതാവിന്റെയും സെബസ്ത്യനോസിന്റെയും സംയുക്ത തിരുനാൾ 22 മുതൽ 25 വരെയുള്ള തീയതികളിലായാണ് ആഘോഷിക്കുന്നത്. വ്യാഴാഴ്ച അമ്പുതിരുനാൾ ദിവസം രാവിലെ വിശുദ്ധ കുർബാന, പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേനയ്ക്കു ശേഷം രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, അമ്പ് ആശീർവാദവും നടന്നു. തുടർന്ന് വിവിധ യൂണിറ്റുകൾക്ക് അമ്പ് വെഞ്ചരിച്ചു നൽകി. ശേഷം വൈകിട്ട് ഇടവക യൂണിറ്റുകളിൽ നിന്നുമുള്ള അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് അമ്പ് സമാപനത്തിനു ശേഷം മെഗാ തേരുമത്സരങ്ങളുമുണ്ടായി. വെള്ളിയാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ വിശുദ്ധ കുർബാന, 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തൈക്കാനത്ത് മുഖ്യകാർമ്മികനായി. തയ്യൂർ പള്ളി വികാരി ഫാദർ ഗ്രിജോ മുരിങ്ങത്തേരി തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4 മണിക്ക് തിരുനാൾ പ്രദക്ഷിണം ആരംഭിച്ചു. പ്രദക്ഷിണം പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്നതിനു ശേഷം ബാൻഡ്, ശിങ്കാരിമേളം, ഫ്യൂഷനുമുണ്ടായി. ശനിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്കു ശേഷം സെമിത്തേരിയിൽ ഇടവകയിലെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള ഒപ്പീസ്, വൈകിട്ട് 7 മണിക്ക് ചെമ്മീൻ ബാൻഡ് മെഗാ ഷോയും ഉണ്ടായിരിക്കും. 26 ഞായറാഴ്ച വൈകിട്ട് മതബോധന ദിനവും ആഘോഷിക്കും. തിരുനാൾ കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ പഴയടത്ത് എന്നിവരും, ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ ലാറ്റി ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ജോസഫ് മാത്യു ചക്കാലക്കൽ, കൈക്കാരന്മാരായ ഔസൈപ്പ് വാഴപ്പള്ളി, ബാബു ജോർജ് താണിക്കൽ, ജോസഫ് പുലിക്കോട്ടിൽ, സാബു കുറ്റിക്കാട്ട്, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവരും നേതൃത്വം നൽകി വരുന്നു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിൽ സെബസ്ത്യനോസിന്റെയും കർമ്മല മാതാവിന്റെയും സംയുക്ത തിരുനാളിന്റെ ഭാഗമായി തേര് മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിലെ 20 തേര് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ എല്ലാ തേരുകളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നുവെന്ന് വിധികർത്താക്കൾ വിലയിരുത്തി. മത്സരത്തിൽ സെന്റ് ആന്റണി യൂണിറ്റ് 1ാം സ്ഥാനം നേടി. സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് 2ാം സ്ഥാനവും സെന്റ് അഗസ്റ്റിൻ യൂണിറ്റ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി.
വിജയികൾക്ക് വേലൂർ ഇടവക വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജേസൺ പഴയടത്ത് നേതൃത്വം നൽകി. ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ ലാറ്റി ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ജോസഫ് മാത്യു ചാലക്കൽ, കൈക്കാരന്മാരായ ഔസേബ് വാഴപ്പള്ളി, ബാബു ജോർജ് താണിക്കൽ, ജോസഫ് പുലിക്കോട്ടിൽ, സാബു കുറ്റിക്കാട്ട്, മറ്റ് കമ്മിറ്റിക്കാരും പങ്കെടുത്തു. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സൺ സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളുടെ ക്യാപ്പിംഗ് സെറിമണി നടന്നു. സ്കൂൾ പ്രധാനാധ്യാപിക KS ജെൻസി കേഡറ്റുകളെ സ്ഥാനചിഹ്നങ്ങൾ അണിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ റെഡ് ക്രോസ് പ്രവർത്തന രീതികളെക്കുറിച്ച് യൂണിറ്റ് കൌൺസിലർ അമ്പിളി പീറ്റർ വിശദീകരിച്ചു. ലീഡർ MB കാർത്തിക പുതിയ കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രഥമ ശുശ്രൂഷ, റോഡ് സുരക്ഷ, ലഹരി ഉപയോഗം തുടങ്ങിയ മേഖലകളെക്കുറിച്ച് കൌൺസിലർമാരായ PJ ജിൻസി, ജിംഷ ഇട്ടൂപ്പ്, ജിജി തമ്പി എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടന്നു. ഉജ്വൽ ES, കാർത്തിക് CM, ധനശ്രീ, അമേയ എന്നിവർ നേതൃത്വം നൽകി. നെൽകൃഷിയിൽ 100% വിജയം നേടി മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കിടങ്ങൂർ പാടശേഖരത്തിലെ 1/2 ഏക്കർ വയലിലാണ് കുട്ടികൾ നെൽകൃഷി ചെയ്തത്. കുട്ടികൾ നട്ട ഞാറുകൾ കതിരിട്ട് വിളവെടുപ്പിന് പാകമായിരിക്കുകയാണ്. ആടിയും പാടിയും കൊയ്ത്തുത്സവം വലിയ ആഘോഷമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. അലക്കേറിയ ചുവന്ന മുണ്ടിന്റെ ചേല് പോയടി ശൃംഗാരി, കറുത്ത കണ്ണിന്റെ അഴക് കാണുമ്പോൾ കരളൊരുകണ ശൃംഗാരി. അലക്കേറിയ ചുവന്ന മുണ്ടിന്റെ ചേല് പോയടി ശൃംഗാരി. വിത്തെറിഞ്ഞ് ഞാറ് മുളപ്പിച്ചതും ചേറ്റിലിറങ്ങി ഞാറ് നട്ടതും കളപറിച്ചതും വളമിട്ട് പരിപാലിച്ചതും വിദ്യാർത്ഥികൾ തന്നെ. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 50 വിദ്യാർത്ഥികൾ ചേർന്നാണ് നെൽകൃഷിയിൽ വിജയഗാഥ രചിച്ചത്. കുട്ടികൾക്ക് ആർക്കും തന്നെ കൃഷിയെപ്പറ്റി ഒന്നും അറിയണ്ടായിരുന്നില്ല. ആകെ 1-2 കുട്ടികളുടെ വീട്ടിലെ പാരൻസ് കർഷകരായിക്കൊണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റെ ചെറിയതായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് കുട്ടികൾക്ക് തന്നെ പ്രത്യേകിച്ച് യാതൊരു കാര്യം അറിയണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കൃഷിയെപ്പറ്റി പഠിക്കുക, അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന മരത്തംകോട് സ്കൂളിലെ NSSന്റെ നേതൃത്വത്തിലാണ് നെൽകൃഷി ചെയ്തത്. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ NV വിനീതയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. അധ്യാപകരായ രേഷ്മ പടിക്കവളപ്പിലും ഡോക്ടർ TT അജിത്തും സഹായികളായി മുന്നോട്ട് വന്നപ്പോൾ നെൽകൃഷി യാഥാർത്ഥ്യമാവുകയായിരുന്നു. വിഷരഹിത നെൽകൃഷി, അതായത് ഇപ്പോൾ എല്ലാ വിഷം കലർന്ന ഭക്ഷണങ്ങളാണ് അധികവും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കിക്കൂടെ എന്ന ഒരു ഉദ്ദേശത്തിലാണ് ജൈവ നെൽകൃഷി ഞങ്ങൾ ആരംഭിച്ചത്. സ്കൂളിലെ OSA പ്രസിഡന്റും പാടശേഖര സമിതി കൺവീനറുമായ വിജയൻ കൊട്ടാരപ്പാട്ടാണ് കൃഷി ചെയ്യാൻ ഭൂമി നൽകിയത്. കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ പ്രിയൻ എയ്യാലാണ് വിത്ത് നൽകിയതും ജൈവകൃഷിയുടെ പാഠങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയതും. കഴിഞ്ഞ ഒക്ടോബർ 5-നാണ് ഞാറുനടിയിൽ നടന്നത്. ആലത്തൂർ MP K രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. കൊയ്തെടുക്കുന്ന നെല്ല് അരിയാക്കി മരത്തംകോട് മഹിമ ജൈവ മട്ടയരി എന്ന പേരിൽ പ്രദേശത്ത് തന്നെ വിൽപ്പന നടത്തുവാനാണ് സ്കൂളിന്റെ തീരുമാനം. ഇതിനാവശ്യമായ തുണിസഞ്ചികളും വിദ്യാർത്ഥികൾ തന്നെയാണ് തയ്യാറാക്കുന്നത്. കൊയ്ത്തുത്സവം ആഘോഷമാക്കുമെന്നും അരിവിറ്റ് ലഭിക്കുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമെന്നും പ്രിൻസിപ്പാൾ V സ്മിത പറഞ്ഞു. കുട്ടികൾക്ക് കാർഷിക വൃത്തിയുടെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുക, അവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുക, ഇതൊക്കെയാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിലുള്ള ഒട്ടനവധി പദ്ധതികളാണ് മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. തൃശൂർ ജില്ലാ ജൂനിയർ വിഭാഗം ചെസ് ചാമ്പ്യനായ ദക്ഷനാഥിനെ പെരിയമ്പലം വിവേകാനന്ദ ബാലഗോകുലം ആദരിച്ചു. ചടങ്ങിൽ താലൂക്ക് ബഗനെ പ്രമുഖ് റമിത ടീച്ചർ മെമന്റോ നൽകി. താലൂക്ക് ഉപാധ്യക്ഷൻ സൂരജ് ഷോൾ അണിയിച്ച് ആദരിച്ചു. JSKA ഇന്റർനാഷണൽ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ സമ്മാനം നേടിയ യദുകൃഷ്ണനെയും ചടങ്ങിൽ അനുമോദിച്ചു. ബാലഗോകുലം രക്ഷാധികാരി സിനു പ്രഭീഷ്, സഹരക്ഷാധികാരി അശ്വതി ബബീഷ്, ഉപാധ്യക്ഷ ബിനീഷ ശ്രീനിഷ്, പെരിയമ്പലം ശാഖ കാര്യവാഹക് പ്രസാദ്, ബാലഗോകുലം ഭാരവാഹികളായ മാധവൻ കറുത്തടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.
എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്ത് മഹോത്സവം വർണ്ണാഭമായി. പുലർച്ചെ 4-ന് പള്ളിയുണർത്തൽ, 5-ന് മഹാഗണപതി ഹോമം, തുടർന്ന് വിശേഷാൽ പൂജകൾ, അഷ്ടപതി എന്നിവ നടന്നു. രാവിലെ 9 മണിക്ക് നടക്കൽ പറയെടുപ്പ് നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് 5-ന് വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടുകൂടിയുള്ള ചെറു ആനപ്പൂരങ്ങൾ, പൂതനം തിറയും, ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ്, കാവടി, നിരവധി കലാരൂപങ്ങൾ എന്നിവയോടൊപ്പം മേളത്തോടുകൂടിയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് 7-ന് തിച്ചൂർ ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച നാദസ്വര കച്ചേരി, ദീപാരാധന എന്നിവ നടന്നു. തുടർന്ന് രാത്രി 9-ന് മട്ടന്നൂർ ശ്രീരാജിന്റെയും ചിറക്കൽ നിധീഷിന്റെയും നേതൃത്വത്തിൽ അരങ്ങേറിയ ഡബിൾ തായമ്പക ക്ഷേത്രപരിസരത്തെ പ്രകമ്പനം കൊള്ളിച്ചു. രാത്രി 11-ന് കീഴേക്കാവിൽ കലശം നടന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളായ കോഴിക്കാട്ടിൽ ശങ്കരൻകുട്ടി, ബാലകൃഷ്ണൻ നമ്പ്യാർ, കക്കാട്ട് ഗോവിന്ദൻകുട്ടി, പട്ടിപ്പറമ്പിൽ ശിവരാമൻ നായർ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പുനേർകുളം അണ്ടത്തോട് കുമാരൻപടി റെഡ് ഹൌസിന്റെ നേതൃത്വത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. അണ്ടത്തോട് സെന്ററിൽ നടത്തിയ ടൂർണമെന്റിൽ FC മലപ്പുറം ജേതാക്കളായി. യുണൈറ്റഡ് അയിരൂർ റണ്ണേഴ്സ് അപ്പായി. ഭാരവാഹികളായ അയ്യൂബ്, ഫവാസ്, ഇഷൽ, അനസ്, നിഹാൽ, സത്താർ, അഫ്നാസിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. എളവള്ളി മാടത്തിങ്ങൽ സതീശന്റെയും കുടുംബത്തിന്റെയും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് പ്രവാസി വ്യവസായി സജീവ് മാധവൻ. വാഫി ഗ്രൂപ്പ് ഓഫ് മിഡിൽ ഈസ്റ്റ് ചെയർമാനും പ്രമുഖ വ്യവസായിയുമായ സജീവ് മാധവനാണ് മാടത്തിങ്ങൽ സതീശന് സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകിയത്. സ്വന്തമായി കിടപ്പാടമില്ലാത്ത ചുമട്ടുതൊഴിലാളിയായ എളവള്ളി മാടത്തിങ്ങൽ സതീശനും കുടുംബത്തിനും ഏകദേശം 12 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച 800 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലുള്ള വീടിന്റെ താക്കോൽദാനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സഹജീവികൾക്കായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന സജീവന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് MLA അഭിപ്രായപ്പെട്ടു. സജീവ് മാധവന്റെ ഭാര്യ രാഖിയുടെ 2ാം ഓർമ്മദിനത്തിലാണ് വീട് കൈമാറിയത്. കുന്നംകുളം ആർത്താറ്റ് സ്മൃതി പഥം ഡിമൻഷ്യ ഡേ കെയർ സെന്ററിൽ സ്പെഷ്യൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ദിശ പാലക്കാട്, IDFC ഫസ്റ്റ് ഭാരത് ഗുരുവായൂർ ബ്രാഞ്ച്, കുന്നംകുളം ദയ റോയൽ ആശുപത്രി എന്നിവരുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പ് 23-ാം വാർഡ് കൌൺസിലർ മിഷ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. സ്മൃതി പഥം സൂപ്രണ്ട് താഹിറ അധ്യക്ഷയായി. IDFC ഫസ്റ്റ് ഭാരത് റീജിയണൽ CSR മാനേജർ M. വിനയചന്ദ്രൻ, സ്മൃതി പഥം അഡ്മിനിസ്ട്രേറ്റർ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ദയ റോയൽ ആശുപത്രി നെഞ്ചുരോഗ വിദഗ്ധയായ ഡോക്ടർ ഹരിപ്രിയ ഹരിലാൽ, ജനറൽ ഫിസിഷ്യൻ മുഹമ്മദ് ഫാസിൽ, സ്മൃതി പഥം സെന്റർ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അഞ്ജു കൃഷ്ണ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. കൊരട്ടി സഹൃദയ കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികൾ മെഡിക്കൽ ക്യാമ്പ് നിയന്ത്രിച്ചു. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്, ജനറൽ പരിശോധന, മറവി രോഗ പരിശോധന, രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയുടെ പരിശോധനയും ഉണ്ടായിരുന്നു. കുന്നംകുളം MGD ഹൈസ്കൂളിന്റെ 100ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ഗീവർഗീസ് ജോൺസൺ അധ്യക്ഷനായ ചടങ്ങ് കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 29 വർഷത്തെ സേവനത്തിന് ശേഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക സോജ P. ജോസഫിന് യാത്രയയപ്പ് നൽകി. വാർഡ് കൌൺസിലർ ലീല ഉണ്ണികൃഷ്ണൻ, പ്രധാന അധ്യാപകൻ PG ബിജു, PTA പ്രസിഡന്റ് സദാനന്ദൻ, LP വിഭാഗം പ്രധാന അധ്യാപിക മീന പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സമ്മാനദാനവും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. പോർക്കുളം പഞ്ചായത്തിൽ വികസന സെമിനാറും 2025-26 സാമ്പത്തിക വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ കരട് പദ്ധതി രേഖയുടെ പ്രകാശനവും നടന്നു. വിവിധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിൽ നിന്നും വന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സെമിനാറിൽ പ്രധാനമായും കാർഷിക സംസ്കാരം നിലനിൽക്കുന്ന പഞ്ചായത്തിലെ ജൈവ വൈവിധ്യ പൈതൃകങ്ങളും ചരിത്ര സ്മാരകങ്ങളും പ്രകൃതി ഭംഗിയും സംരക്ഷിച്ചുകൊണ്ട് നടത്തിവരുന്ന ടൂറിസം വർദ്ധിപ്പിക്കുവാനുള്ള പദ്ധതികൾ മുൻകണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് 2025-26 വർഷത്തെ കരട് പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന വികസന സെമിനാറിന്റെ ഉദ്ഘാടനവും കരട് പദ്ധതി രേഖയുടെ പ്രകാശനവും പട്ടികജാതി പട്ടികവർഗ വികസന കമ്മീഷൻ അംഗം TK വാസു നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ V. മനോജ് കുമാർ വിഷയാവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു ബാലൻ,
ശാരിക, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PJ ജ്യോതിസ്, PC കുഞ്ഞൻ, അഖില മുകേഷ്, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി സ്വാഗതവും സെക്രട്ടറി ലിൻസ് ഡേവിഡ് നന്ദിയും പറഞ്ഞു. പോർക്കുളം പഞ്ചായത്തിലെ പൊന്നത്ത് മുണ്ടകനും പുഞ്ചയും തൊട്ടടുത്ത പാടങ്ങളിൽ കൃഷി ചെയ്തത് ശ്രദ്ധേയമാകുന്നു. ഒരു ഭാഗത്ത് വിളഞ്ഞുകിടക്കുന്ന നെൽപ്പാടവും മറുഭാഗത്ത് ഞാറുനട്ട് ദിവസങ്ങൾ മാത്രം പിന്നിട്ട പാടവുമാണ് ഇവിടെയുള്ളത്. മുൻപ് ഈ പാടത്ത് മുഴുവൻ മുണ്ടകൻ കൃഷിയായിരുന്നു. എന്നാൽ ജലക്ഷാമം നേരിട്ടതോടെ പലരും മുണ്ടകൻ ഉപേക്ഷിച്ചു. സമീപത്തെ തോട് നന്നാക്കിയതോടെ ചില കർഷകർ പുഞ്ചകൃഷി തുടങ്ങുകയായിരുന്നു. സെപ്റ്റംബറിൽ തുടങ്ങുന്ന മുണ്ടകൻ കൃഷി ജനുവരി ഫെബ്രുവരിയോടെ വിളവെടുക്കും. ഡിസംബറിൽ ആരംഭിക്കുന്ന പുഞ്ചകൃഷി ഏപ്രിൽ മെയ് മാസത്തോടെ കൊയ്ത്ത് നടത്തും. ചൂണ്ടൽ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ചേലോടെ ചൂണ്ടൽ പദ്ധതിയുടെ ഭാഗമായി സജ്ജമാക്കിയ ശുചിത്വ സേനയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഹരിത കർമ്മസേനയുടെ പ്രവർത്തന കേന്ദ്രമായ മണലിയിലെ MCF പരിസരത്ത് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് സെക്രട്ടറി KV ഉണ്ണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജുലറ്റ് വിനു, സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ TP പ്രജീഷ്, സ്മിത ഷാജി, KT ബാലകൃഷ്ണൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് 100% മാലിന്യ വിമുക്തമാക്കുന്നതിന്റെ തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജില്ലയിൽ തന്നെ ആദ്യമായി വഴിയോരങ്ങളിൽ കാടുപിടിച്ചു കിടക്കുന്ന പൊന്തക്കാടുകൾ പുല്ലുവെട്ടിയന്ത്രം ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതിനും പ്രധാനപ്പെട്ട സെന്ററുകളായ കേച്ചേരി, ചൂണ്ടൽ അങ്ങാടികൾ ആഴ്ചയിൽ ഒരു തവണ അടിച്ചുവാരി വൃത്തിയാക്കുന്നതിനും വേണ്ടി പരിശീലനം ലഭിച്ച 11 പേർ അടങ്ങിയതാണ് പുതിയതായി രൂപീകരിച്ച ശുചിത്വസേന. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന CK വേണുവിന്റെ നിര്യാണത്തിൽ ചാവക്കാട് സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. മുൻ MLAയും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കേരള പ്രവാസി ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ, നഗരസഭാ അധ്യക്ഷന്മാരായ M കൃഷ്ണദാസ്, ഷീജ പ്രശാന്ത്, പുനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ RV അബ്ദുറഹീം, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസ്, KA മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേക്കാട് പഞ്ചായത്തിൽ വയോജന ഗ്രാമസഭ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടന്ന സഭയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV റഷീദ്, പഞ്ചായത്ത് അംഗങ്ങളായ SK ഖാലിദ്, ഗിരീഷ്, പ്രീതി ബാബു, സരസ്വതി, ഷിജില, ബീന സുരേന്ദ്രൻ, ജൂനിയർ സൂപ്രണ്ട് റെനു എബി, ICDS സൂപ്പർവൈസർ പ്രത്യുഷ, പ്ലാൻ ക്ലർക്ക് സൂര്യ എന്നിവർ പങ്കെടുത്തു. വർഷങ്ങളായി ശുചീകരണം നടത്താത്ത പൊതുകിണറുകൾ ശുദ്ധീകരിച്ച് കുടിവെള്ളം സൗകര്യം മെച്ചപ്പെടുത്തുക, രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് വേണ്ട നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളുക, നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വയോജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ നൽകുക, വയോജനങ്ങളുടെ ഇൻഷുറൻസ് ലഭിക്കുന്ന ആശുപത്രികളെക്കുറിച്ചും കേന്ദ്ര ഗവൺമെന്റ് ഇൻഷുറൻസ് രജിസ്ട്രേഷൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടപ്പിലാക്കുക, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന പഴകിയ മത്സ്യവിപണനം നടത്തുന്നതിന് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഗ്രാമസഭയിൽ ഉയർന്നുവന്നു. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശമുയർത്തി ചാവക്കാട് ബീച്ച് ലവേഴ്സിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 6:30 ചാവക്കാട് ട്രാഫിക് ഐലൻഡ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന കൂട്ടയോട്ടം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PL ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്യും. 7 മണിക്ക് ബ്ലാങ്ങാട് ബീച്ചിൽ ദേശീയ പതാക ഉയർത്തൽ, ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടക്കുമെന്ന് ഭാരവാഹികളായ നൌഷാദ് തെക്കുംപുറം, KV ഷാനവാസ്, PS ഷാജഹാൻ, PT ഷറഫുദ്ദീൻ, AP ഖലീൽ എന്നിവർ അറിയിച്ചു. കേച്ചേരി മബുൽ ഹുദ ഇംഗ്ലീഷ് സ്കൂളിൽ സജ്ജീകരിച്ച ഇന്ററാക്റ്റീവ് പാനൽ ഡിസ്പ്ലേ മബുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി അഡ്മിനിസ്ട്രേറ്റർ അഷ്റഫ് സഖാഫി വാവൂർ വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു. HR മാനേജർ മുസ്ദിഖ് എളമരം, അഡ്മിനിസ്ട്രേറ്റ് ഓഫീസ് ഹൈദരാലി PT, മബുൽ ഹുദ ഹാദിയ പ്രിൻസിപ്പൽ അഷ്റഫ് നുസരി, മോറൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മുഹമ്മദ് അസനി, മറ്റ് അധ്യാപകർ എന്നിവർ പാനൽ ഉപയോഗിച്ച് ക്ലാസ് നടത്തി. പ്രിൻസിപ്പൽ ലീന വിൽസൺ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജാസ്മിൻ ജോജോ നന്ദിയും പറഞ്ഞു.
നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് ചാവക്കാട് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ എമർജൻസി റിലീഫ് ട്രൂപ്പിനുള്ള ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനം സംഘടിപ്പിക്കുന്നു. ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിൽ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന പരിശീലന പരിപാടിക്ക് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ അപർണ മധുസൂദനൻ നേതൃത്വം നൽകും. നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ക്ലബ്ബ് ഓഫ് ഇന്ത്യ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ യൂണിറ്റിന്റെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ക്യാപ്റ്റൻ രാജേഷ് മാധവൻ നിർവഹിച്ചു. NDA, LIC, അനലിസ്റ്റ് എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയും അക്കാദമിക് എഴുത്തിനും അധ്യാപനത്തിനും AI-യുടെ ഉപയോഗം എന്ന വിഷയത്തിൽ ശില്പശാലയും നടന്നു. ബോധവൽക്കരണ ക്ലാസുകൾക്ക് ഡോക്ടർ പ്രശാന്ത് M, മിഥുൻ രാജ് എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7,530 രൂപ, പവന് 60,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 99 രൂപ. ചരമം കാവീട് വെള്ളറ സോണി ഭാര്യ ധന്യനിര്യാതയായി 41 വയസ്സായിരുന്നു. സംസ്കാരം കാവീട് സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. എൻലിൻ, എബിൻ എന്നിവർ മക്കളാണ്. CCTV എക്സിക്യൂട്ടീവ് ഡയറക്ടർ KM എഡ്വിന്റെ ബന്ധുവാണ് പരേത. ദുബായ് KMCC തൃശൂർ ജില്ലാ സെക്രട്ടറി മുസ്തഫ വടുതലയുടെ പിതാവ് കൊടക്കാട്ടിൽ അബൂബക്കർ ഹാജി നിര്യാതനായി. ഖദീജ ഭാര്യയും റംല, റഷീദ് എന്നിവർ മക്കളുമാണ്. ഖബറടക്കം നടത്തി. ഗുരുവായൂർ ആനക്കോട്ട പടിഞ്ഞാറേപ്പടി മെയിൻ ഗേറ്റിന് സമീപം ചെറുശാല കോമളവല്ലി നിര്യാതയായി. 68 വയസ്സായിരുന്നു. ഉണ്ണി എന്ന പരമേശ്വരനാണ് ഭർത്താവ്. വിനയ്, വിനീത് എന്നിവർ മക്കളാണ്. സംസ്കാരം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം ചിറ്റഞ്ഞൂർ കാവിലക്കാട് ശ്രീദുർഗദേവി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭം. തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് കൊണ്ട് പൂരാഘോഷം ഉത്സവപ്രേമികളുടെ മനം കവർന്നു. പൂരത്തിനെത്തിച്ച ആനയിടഞ്ഞ് 4 പേർക്ക് പരിക്ക്. ലഹരിക്കടിമയായ മകൻ വീടിന് തീയിട്ടു. സംഭവം വരവൂർ പുളിഞ്ചോടിൽ. മാതാവുമായുള്ള വഴക്കാണ് ആക്രമണത്തിന് കാരണം. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ബംഗളൂരുവിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. തിപ്പലശ്ശേരി പരുത്തിപ്പുര ചന്ദ്രൻ ഭാഗ്യലക്ഷ്മി ദമ്പതികളുടെ മകൻ 29 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. ഭാര്യ അപർണയ്ക്കും പരിക്ക്. സത്യസന്ധതയിൽ പൊന്നിൻ മാതൃക തീർത്ത് വടക്കേക്കാട് ഹരിത കർമ്മസേന. അജൈവ മാലിന്യ ശേഖരത്തിൽ നിന്ന് ലഭിച്ച സ്വർണ്ണമോതിരം ഉടമസ്ഥർക്ക് കൈമാറിയാണ് നേരിന്റെ മാതൃകയായത്. നെൽകൃഷിയിൽ 100% വിജയം നേടി മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കിടങ്ങൂർ പാടശേഖരത്തിലെ 1/2 ഏക്കർ വയലിലാണ് കുട്ടികൾ നെൽകൃഷി ചെയ്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.